ഈ പലചരക്ക് കടയിൽ നിന്നും ആവശ്യമില്ലാത്ത പല സാധനങ്ങളും വില കുറച്ച് വിൽക്കുന്ന ചില ശൈലികളുണ്ടാവും. ഇത് തന്നെയാണ് മോഹൻ ബഗാൻ എന്ന് പറയുന്ന ടീം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ കൈ നിറച്ചും പ്രതിഭകളായിട്ടുള്ള താരങ്ങളുണ്ട്. അവർക്ക് വേണ്ടാത്ത താരങ്ങളെ നൈസായിട്ട് ഒഴിവാക്കുന്നു എന്ന് മാത്രം. എന്നാൽ അതെല്ലാം വാങ്ങിച്ചു കൂട്ടാൻ പല ക്ലബ്ബുകളും ഉണ്ടാവും. കേരള ബ്ലാസ്റ്റേഴ്സും അതിൽ പെട്ടു എന്നുള്ളതാണ് അർത്ഥം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സൈനിങ് ആയിട്ടുള്ള 22-കാരനായിട്ടുള്ള ഗോൾ കീപ്പർ ആർഷ് അൻവർ ഷെയ്ഖ് ബഗാന്റെ കഴിഞ്ഞ വർഷത്തെ 3-ാം നമ്പർ ഗോൾ കീപ്പർ ആയിരുന്നു. ഈ ഗോൾ കീപ്പറെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിച്ചിട്ടുള്ളത്. ഇത് തീർച്ചയായിട്ടും നല്ലൊരു നീക്കമാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയുക അല്ല എന്നുള്ളതാണ്. ഇതൊരിക്കലും ആ പ്ലെയറെ മാത്രം ബ്ലെയിം ചെയ്ത് പറയുന്ന കാര്യങ്ങളല്ല. കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന്റെ ഒരു മനോഗതിയെ പറ്റി സംസാരിച്ചു തുടങ്ങുകയാണ്. ഇത്രയും ദുരന്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ലബ്ബിൽ ഗോൾ കീപ്പിംഗ് നിരയുടെ ഏറ്റവും വലിയ ശക്തി ആർജിച്ച ഒരു നിര അവിടെ വേണമെന്നുള്ളത് ഓരോ ആരാധകർക്കും അറിയാവുന്നതാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ വർഷം നമ്മൾ 4 ഗോൾ കീപ്പർമാരെയും അവിടെ പരീക്ഷിച്ചിട്ടുണ്ട്. ഒരിക്കലും ബ്ലാസ്റ്റേഴ്സിന് വേണ്ട അനുകൂലമായിട്ടുള്ള ഒരു റിസൾട്ട് ഒരു ഗോൾ കീപ്പർമാർക്കും തരാനായിട്ട് സാധിച്ചിട്ടില്ല. സച്ചിൻ സുരേഷിൻ്റെ ഒരു ദയനീയകരമായിട്ടുള്ള ഒരു സീസണായിരുന്നു കഴിഞ്ഞ വർഷം എന്ന് പറയുന്നത്. കൂടുതൽ ആരാധകരും തിരിഞ്ഞത് സച്ചിൻ സുരേഷിൻ്റെ എതിരെയായിരുന്നു, അതായത് നേരെയായിരുന്നു എന്നുള്ളതാണ്. ഈ ഒരു അവസരത്തിൽ എങ്ങനെയുള്ള ഗോൾ കീപ്പറെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ആവശ്യം? നല്ല എക്സ്പീരിയൻസ് ഉള്ള, നല്ല രീതിയിൽ നിൽക്കാൻ പറ്റുന്ന, ISL പന്ത് തട്ടി പരിചയപ്പെട്ടിട്ടുള്ള ഒരു ഗോൾ കീപ്പറെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ആവശ്യം. എന്നിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള സൈനിങ് ആർഷ് എന്ന് പറയുന്ന നമ്മുടെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള ഒരു താരം. ഈ താരം ഇതുവരെയായിട്ട് ഒരൊറ്റ മത്സരമാണ് ISL കളിച്ചത്. താരത്തെ സൈൻ ചെയ്തതിന് ശേഷം കരോളിസിൻ്റെ കൊണയടി സാധാ പോലെ തന്നെ ഞങ്ങൾ ഏറ്റവും നല്ല ഒരു കളിക്കാരനെയാണ് എത്തിച്ചിട്ടുള്ളത്, അദ്ദേഹത്തിന് എല്ലാവിധ കഴിവുകളും ഈ ക്ലബിന് വേണ്ടി നൽകാനായിട്ട് സാധിക്കും, അങ്ങനെയൊക്കെയുള്ള ഒരു കൊണയടി. ഇനി അഭിക് ചാറ്റർജിയുടെ ഒരു കൊണയടി എന്താണെന്ന് വെച്ചാൽ പുള്ളി പറയുന്ന ഒരു കാര്യം, ഞാൻ ഇത്തവണ ക്ലബിൻ്റെ എല്ലാ പുരോഗതിക്കും വേണ്ടി പ്രയത്നിക്കുന്നുണ്ട്, ഏറ്റവും കൂടുതൽ പുരോഗതി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത് ഗോൾ കീപ്പിംഗ് നിരയിലാണ്, അതിനായിട്ടുള്ള ഒരു പുതിയ സൈനിങ് കൂടെയാണ് ഇത് എന്നൊക്കെ പറയാം. ഒരൊറ്റ മത്സരം ISL കളിച്ചിട്ടുള്ള ഒരു പ്ലെയറെ പറ്റിയിട്ട് എങ്ങനെ പറയാൻ തോന്നുന്നടേ? കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഫ്രീ ഏജൻറ്റുമാരായിട്ടുള്ള ഗോൾ കീപ്പർമാരൊക്കെ തപ്പിപ്പിടിച്ച് വീഡിയോ ചെയ്തിട്ടും അല്ലെങ്കിൽ അങ്ങനത്തെ കളിക്കാരൊക്കെ ടീമിലെത്തിക്കണം എന്നുള്ള ഓരോ കാര്യങ്ങളും നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ കൊണ്ടുവരിക. താരം ഇവിടെ വന്ന് എങ്ങനെ പെർഫോം ചെയ്യുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരൊറ്റ മത്സരം മാത്രം കളിച്ചിട്ട് പരിചയമുള്ള ISL കളിച്ച് പരിചയമുള്ള ഒരു താരത്തെ എങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ വിശ്വസിച്ച് ആ ഗോൾ കീപ്പിംഗ് നിരയിൽ ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക? ഒരിക്കലും ഞങ്ങൾക്ക് വീണ്ടും ഞങ്ങളെ പറ്റിക്കുന്നു എന്ന് പറയുന്ന ആ ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ മാനേജ്മെൻറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. മണ്ടത്തരത്തിൻ്റെ ഒരു പീക്ക് ലെവലിലേക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. ആരാധകർ കേട്ടോ, മാനേജ്മെൻറ്റ് അങ്ങനെയല്ല. കാരണം 20 ലക്ഷം രൂപ മാത്രം മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു താരത്തെ എത്തിച്ചു കഴിഞ്ഞാൽ അത് സേഫായി, അതല്ലെങ്കിൽ അതായി എന്ന് പറഞ്ഞിട്ട് ആരാധകരെ പറ്റിക്കുന്ന ഒരു മാനേജ്മെൻറ്റിന് എന്തും എങ്ങനെയും ആവാം എന്നുള്ളതാണ്. കിട്ടുന്ന ഒന്നിനെ കൊണ്ടുവരുന്നു, അതിനെവിടെ പ്ലേസ് ചെയ്യുന്നു. ഇനി സച്ചിൻ സുരേഷിൻ്റെ ഭാവി എന്തായിരിക്കും എന്നുള്ളത് സംശയമാണ്. ലോൺ അടിസ്ഥാനത്തിൽ പറഞ്ഞേക്കാനാണ് സാധ്യത. പക്ഷേ സച്ചിൻ സുരേഷിൻ്റെ അത്രയും കൂടെ ISL എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു താരത്തെ 1-ാം നമ്പർ ഗോൾ കീപ്പറായി നിർത്തുന്നതിൽ ആരാധകർക്ക് വലിയ സംതൃപ്തിയോ കാര്യങ്ങളോ ഒരു മണ്ടത്തരം തന്നെയാണ്. എന്തിന് എന്നുള്ളതൊരു ചോദ്യചിഹ്നം കൂടെയാണ്. ഒറ്റ ISL മത്സരം മാത്രമേ അദ്ദേഹം കളിച്ചിട്ടുള്ളൂ. പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സും ഇദ്ദേഹവും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ഇദ്ദേഹം ഒരു ISL ചാമ്പ്യനാണ്. 2019 ATK മോഹൻ ബഗാൻ ISL ചാമ്പ്യന്മാരാകുമ്പോൾ ആ ടീമിൽ ഇടം പിടിച്ചിരുന്ന ഒരു കളിക്കാരൻ കൂടെയായിരുന്നു ഇദ്ദേഹം എന്ന് പറയുന്നത്. ഇനി നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് വേണ്ടത് എക്സ്പീരിയൻസ് ഉള്ള ഗോൾ കീപ്പറാണ്. നമുക്ക് വേണ്ടത് നല്ല കരുത്തുറ്റ, നല്ല രീതിയിൽ ISL കളിച്ച് പരിചയസമ്പത്തായിട്ടുള്ള ഒരു ഗോൾ കീപ്പറാണ്. അല്ലാതെ ഒരൊറ്റ മത്സരമൊക്കെ കളിച്ചിട്ടുള്ള ഒരു ഗോൾ കീപ്പറെ കേരള ബ്ലാസ്റ്റേഴ്സ് എന്നല്ല ഒരു ടീമും ഒരു ഗോൾ കീപ്പറായിട്ട് സൈൻ ചെയ്യാനായിട്ട് പോകുന്നില്ല എന്നുള്ള. കാരണം നമുക്കിപ്പോൾ സെക്കൻഡ് ഓപ്ഷനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ സച്ചിൻ സുരേഷിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാം, അവിടെ കൊടുക്കാം. ഫസ്റ്റ് ഓപ്ഷനിലേക്കാണ് ഒരു ഗോൾ കീപ്പറെ കൊണ്ടുവരേണ്ടത്. അപ്പോഴും ഇങ്ങനത്തെ ഒരു ഗോൾ കീപ്പറെ കൊണ്ടുവരുമ്പോൾ ഒരു നല്ല തീരുമാനമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ജസ്റ്റ് അടിയിൽ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തോട്ട് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യാൻ മറ്റൊരു വീഡിയോയിൽ കൊണ്ടുപോകണം. അതിലേക്കും ബൈ.